We are going to start the class. Take the page number 60. Page number 60. 60ാമത്തെ പേജ് എടുത്തേ. 60. ഓക്കെ, ജെ ആണ് ഇനി ചെയ്യേണ്ടതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ജെ, ഇതാണ് ജെ. കണ്ടോ? ജെ ബിട്ടാണ് ഇനി ചെയ്യാനുള്ളത്. നോക്കിക്കോ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്. സർക്കിൾ ദ കറക്റ്റ് നെയിംസ് ഓഫ് പ്ലേസസ് വിത്തിൻ ദ ബ്രാക്കറ്റ്സ്. സർക്കിൾ, സർക്കിൾ മീൻസ് വട്ടം വരയ്ക്കാനാണ് അല്ലെ. സർക്കിൾ ദ കറക്റ്റ് നെയിംസ് ഓഫ് പ്ലേസസ്. പ്ലേസസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥലമാണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥലങ്ങളുടെ പേരാണ് പ്ലേസ്. പാടിയൊടിച്ചാൽ, വയക്കര, പെരിങ്ങോം, കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ, ഇതെല്ലാം എന്താ? പ്ലേസസ് ആണ്. പ്ലേസിന്റെ പേരാണ്. മനസ്സിലായോ? സ്ഥലങ്ങളുടെ പേരാണ്. പ്ലേസസ് എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ, പ്ലേസസ്. ഓക്കെ, സർക്കിൾ ദ നെയിംസ് ഓഫ് പ്ലേസ് വിത്തിൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന നെയിംസ് ഓഫ് പ്ലേസിൽ കറക്റ്റ് വൺ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. നിങ്ങൾ ടിക്ക് ചെയ്യുക, സോറി സർക്കിൾ ചെയ്യുക. ഓക്കെ, കറക്റ്റ് പ്ലേസ് മിസ് വായിച്ചു തരാം. ആദ്യം സിറ്റ് പ്രോപ്പർലി. ആദ്യം പി സനൽ സിറ്റ് പ്രോപ്പർലി. നേരിരുന്നേ. യെസ്. അപ്പോ ബ്രാക്കറ്റിലുള്ള നെയിംസ് ഓഫ് പ്ലേസിൽ കറക്റ്റ് വൺ നിങ്ങൾ സർക്കിൾ ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കോ. ഫസ്റ്റ് വൺ മിസ് വായിക്കാം. എ ഫാർമർ പ്ലോസ് എ ഫീൽഡ് ഉണ്ട്, സ്കൂൾ ഉണ്ട്. ഫാർമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാർമർ, ഹു ഈസ് ഫാർമർ? കൃഷിക്കാരനാണ് അല്ലെ. ഫാർമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കൃഷിക്കാരൻ, കൃഷി ചെയ്യുന്ന ആൾക്കാര്. ഓക്കെ, ഫാർമർ പ്ലോസ് എ ഫീൽഡ് ഓർ സ്കൂൾ. ഫാർമർ എവിടെയാ പ്ലോ ചെയ്യുന്നത്? സ്കൂളിലാണോ അതോ ഫീൽഡിലാണോ? പാടത്താണോ? എവിടെയാണ്? എന്തിനാ ആദ്യം തലയാട്ടുന്നത്? എന്തിനാണ് മക്കളെ? പറഞ്ഞോ. ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാടം. പ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമുഴുന്നതിന് നമ്മൾ എന്ത് പറയാ? പ്ലോസ് എന്ന് പറയാ. ഓക്കെ, മനസ്സിലായോ? നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നിലമുഴും അല്ലെ. അപ്പൊ എ ഫാർമർ പ്ലോസ് എ ഫീൽഡ്. അപ്പൊ കൃഷിക്കാരൻ എവിടെയാ ഫസ്റ്റ് നിലമുഴുന്നത്? പാടത്തല്ലേ, സ്കൂളിലല്ലല്ലോ. മനസ്സിലായോ? എ ഫാർമർ പ്ലോസ് ഇൻ എ ഫീൽഡ്. എ ഫാർമർ പ്ലോസ് ഇൻ എ ഫീൽഡ്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കിക്കോ. അന്ന വെന്റ് ടു ദ മാർക്കറ്റ് ടു ബൈ ബട്ടർ. നിങ്ങൾ ബട്ടർ വാങ്ങാൻ എവിടെയാ പോവുക? ബട്ടർ വാങ്ങാൻ നിങ്ങൾ എവിടെയാ പോവുക? മാർക്കറ്റിലാണോ സൂലാണോ? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കടകളുടെ കൂട്ടമാണ് അല്ലേ മാർക്കറ്റ്. നമ്മൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉള്ള കടകളുടെ ഒരു കൂട്ടമാണ് എന്ത്? മാർക്കറ്റ്. സൂ എന്ന് പറഞ്ഞാൽ എന്താ? മൃഗശാലയാണ്. നിങ്ങൾ ബട്ടർ വാങ്ങാൻ മൃഗശാലയിലാണോ പോവാ? നോ, നമ്മൾ സൂലല്ല പോവാ അല്ലേ. നമ്മൾ എങ്ങോട്ടേക്ക് പോവാ? എങ്ങോട്ടേക്കാ പോവാ? മാർക്കറ്റിലേക്കാ പോവാ. അപ്പൊ ഇവിടെ നോക്കിയേ, അന്ന വെന്റ് ടു ദ മാർക്കറ്റ് ടു ബൈ ബട്ടർ. അപ്പൊ മാർക്കറ്റ് നിങ്ങൾ സർക്കിൾ ചെയ്തോ? മാർക്കറ്റ് ഒന്നാമത്തേതാണ്. മാർക്കറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? MARKET. മാർക്കറ്റ്. കുറച്ച് സ്പീഡ് ആക്കണ്ടേ, നമ്മുടെ പോർഷൻസ് തീരണ്ടേ. ഓക്കെ, ഇനി തേർഡ് വൺ നോക്കിയ മക്കളെ. മാർക്കറ്റ് നിങ്ങൾ സർക്കിൾ ചെയ്തില്ലേ? മാർക്കറ്റ് സർക്കിൾ ചെയ്യാ. തേർഡ് വൺ മിസ് ഇവിടെ മിസ് ചെയ്തതുപോലെ ചെയ്തില്ലേ എല്ലാവരും? ക്യാൻ യു സീ ദിസ്? യെസ്. Then third one നോക്കിക്കോ. We saw two baby giraffes at the zoo or kitchen. We saw two baby giraffes at the. So means കണ്ടു. SAW saw എന്ന് പറഞ്ഞാൽ കണ്ടു. We saw, we എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞങ്ങൾ. We saw two baby giraffe at the zoo or kitchen. കിച്ചണിലാണോ സൂലാണോ നമുക്ക് കാണാൻ പറ്റുക ബേബി ജിറാഫിനെ? എവിടെ കാണാൻ പറ്റുക? സൂലാണ് അല്ലേ, മൃഗശാലയിലെ കാണാൻ പറ്റുക. Then you have to circle zoo. Zoo സർക്കിൾ ചെയ്തോ. We saw two giraffes at the zoo. Zooന്റെ സ്പെല്ലിംഗ് എന്താ? ZOO, zoo. അതിനാണ് ഫസ്റ്റ് വൺ ആണ് zoo. Then fourth one,
Granny goes for a walk in the shop or park. Granny goes for a walk in shop or park. Granny എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രാൻഡ് മദർ ആണ്, അമ്മമ്മയാണ് അല്ലെ ഗ്രാനി. ഗ്രാനി goes for a walk in a walk means നടക്കുക. WALK walk means നടക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്താ? നടക്കുന്നതാണ് അല്ലെ. ഗ്രാനി എങ്ങോട്ടേക്കാ നടക്കാൻ പോയത്? ഷോപ്പിലേക്കാണോ പാർക്കിലേക്കാണോ? എങ്ങോട്ടേക്ക് ഗ്രാനി നടക്കാൻ പോവാ? ഷോപ്പിലേക്കാണോ ഗ്രാനി നടക്കാൻ പോവാ? നോ, പാർക്ക്. യു ക്യാൻ സർക്കിൾ പാർക്ക്. സെക്കൻഡ് വൺ ആണ് പാർക്ക്. PARK അതാണ് പാർക്ക്. സെക്കൻഡ് വൺ അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ സെക്കൻഡ് വൺ ആണ് പാർക്ക്. ഹാദിയ എഴുതുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ മോള്? Where is the textbook? പൊന്നിന്റെ ടെക്സ്റ്റ് ബുക്ക് എവിടെ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? Where is the textbook? താഴെയുള്ളതല്ലേ? അപ്പൊ അമ്മേനോട് പറഞ്ഞിട്ട് ചെയ്യണേ ടെക്സ്റ്റ് ബുക്കില്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ. We study in a school or market. We study എന്ന് പറഞ്ഞാൽ എന്താ? We are studying now. നമ്മൾ പഠിക്കുകയാണ് അല്ലേ? സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക. We study in a school or market. നമ്മൾ എവിടുന്നാ പഠിക്കുന്നത്? സ്കൂളിൽ നിന്നാണോ മാർക്കറ്റിൽ നിന്നാണോ പഠിക്കുന്നത്? സ്കൂളിൽ നിന്നാണ് അല്ലെ? We are studying in a school. Then you have to circle school. സ്കൂള് സർക്കിൾ ചെയ്തോ? ഫസ്റ്റ് വൺ ആണ് സ്കൂള്. സർക്കിൾ ചെയ്തോ? സർക്കിൾ ചെയ്യാന്ന് വെച്ചാൽ വട്ടം വരയ്ക്കലാണ്. Okay, then have you finished? പറഞ്ഞേ, ഇത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞേ മിസ്സിനോട്. യെസ്. Then next K നോക്കാം. നെക്സ്റ്റ് വർക്ക് നോക്കാം. 2 ക്ലാസ്സും കൂടി നമുക്ക് വേണ്ടി വരുമല്ലോ ഇത് തീരാൻ. സ്പീഡാക്കണേ. സർക്കിൾ ദ നെയിംസ് ഓഫ് ആനിമൽസ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിലെ ആനിമൽസിന്റെ പേര് സർക്കിൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ പ്ലേസിന്റെ പേര് സർക്കിൾ ചെയ്തു അല്ലെ? ഐയില് ആദ്യം നമ്മൾ പീപ്പിളിന്റെ ആൾക്കാരുടെ പേര് സർക്കിൾ ചെയ്തു. നെക്സ്റ്റ് വർക്കിൽ നമ്മൾ പ്ലേസിന്റെ പേര് സർക്കിൾ ചെയ്തു. നെക്സ്റ്റ് ആനിമൽസിന്റെ പേരാണ് നമ്മൾ സർക്കിൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എളുപ്പമല്ലേ ഇത്? ഇറ്റ്സ് വെരി ഈസി ഫോർ യു. ഫസ്റ്റ് വൺ, the owl and the cat went out to play. Which are the animals here? Owl and cat. അപ്പൊ ഔളും ആനിമലും അല്ലെ? അത് രണ്ടും എന്താണ്? ആനിമൽസിന്റെ പേരാണ്. അപ്പൊ അതവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലേ? Okay, the owl and the cat went out to play. What do you mean by owl? That is മൂങ്ങ. മൂങ്ങക്ക് എന്താ പറയാ ഇംഗ്ലീഷില്? owl ആണ് അല്ലേ? Okay. സെക്കൻഡ് വൺ നോക്കിയേ. The little dog laughed at the cow. The little dog laughed at the cow. ഏതൊക്കെ ആനിമൽസ് ഇവിടെ ഉള്ളത് ഈ സെന്റൻസില്? Which are the 2 animals here? Which are the 2 animals here? പറഞ്ഞ സൗണ്ട് എനിക്ക് അവിടുന്ന് പറയുന്നത് കേൾക്കാം. The little dog. Circle dog. Dog circle ചെയ്തോ? സെക്കൻഡ് വണ്ണില് what is the spelling of dog? നൈല ഷക്കീർ എഴുതിയ മോളൂ. ഡോഗിന്റെ സ്പെല്ലിംഗ് DOG. ഡോഗ്. അതേ സെന്റൻസിൽ നോക്കിക്കോ, 2 ഉണ്ട് അല്ലേ? The little dog laughed at the cow. Cow, 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 പശു, cow. സർക്കിൾ ചെയ്തോ? The little dog laughed at the cow. Ayan Vijesh, where is your textbook? Where is your textbook? Do you have textbook there? No. You are in Alakod, right? ആലക്കോടല്ലേ ഉള്ളത്? ഇപ്പൊ വീട്ടിൽ പോയിട്ട് ഇത് ചെയ്യണേ. ഓക്കെ, അപ്പൊ സെക്കൻഡ് വണ്ണില് ഡോഗും കൗവും നിങ്ങൾ ചെയ്തില്ലേ? നെക്സ്റ്റ് നോക്കിക്കോ. A nut fell on the hen. A nut fell on the hen. Which is the animal here? ഏത് ആനിമല്? hen. Circle hen. Hen circle ചെയ്തോ തേർഡ് വണ്ണില്.
ഏതാ hen? H-E-N, hen. The spelling of hen is H-E-N. ആ സെന്റൻസിലെ ലാസ്റ്റ് വൺ അതാ hen. കണ്ടോ? hen. ഇനി ഫോർത്ത് വൺ നോക്കിക്കോ. A bear was sleeping under a tree. A bear was sleeping under a tree. Circle the first word, bear. Okay, finished? Okay, next one. The monkeys took away all the caps. The monkey took away all the caps. Which is the animal here? ഏതാ ഇതിലെ animal? Monkey. You can circle the word monkey. Monkey നിങ്ങൾ circle ചെയ്തോ? Monkey. Okay, have you finished? Then take the next page, page number 61. Page number 61 നോക്കിക്കോ. Circle the names of things. Circle the names of things. തന്നിരിക്കുന്നതില് തിങ്സിന്റെ സാധനങ്ങളുടെ ജീവനില്ലാത്ത വസ്തുക്കളുടെ തിങ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഗുഡ്സ്. ഓക്കെ, തിങ്സിന്റെ പേരിന് നിങ്ങൾ സർക്കിൾ ചെയ്യുക കേട്ടോ. മിസ് വായിക്കാം. ഫസ്റ്റ് വൺ സ്പാരോ. ഇസ് ദാറ്റ് എ തിങ്? അതൊരു തിങ് ആണോ സ്പാരോ? ഫസ്റ്റ് വൺ നോക്കുക മക്കളെ. ഇത് മിസ് നേരെ വായിക്കാണ്. സ്പാരോ. നെക്സ്റ്റ് ബാഗ്, ടൈഗർ, ഗോട്ട്. ഇതിലേതാ തിങ്? ബാഗ് ഈസ് ദ തിങ് അല്ലേ? ബാഗ് ആണ് തിങ്. കാരണം സ്പാരോ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് എ ബേർഡ്, കുരുവി. സ്പാരോ. ബാഗ് ഒരു തിങ് ആണ് അല്ലേ? ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. Then tiger, that is the name of an animal. അതൊരു ആനിമലിന്റെ പേരാണ്. Goat is also the name of an animal. ഗോട്ടും എന്ത് തന്നെയാണ്? ഒരു ആനിമലിന്റെ പേര് തന്നെയാണ് അല്ലേ? ഇനി സെക്കൻഡ് വൺ നോക്കിക്കോ എന്റെ മക്കള് നോക്കിയേ. മദർ. സെക്കൻഡ് വണ്ണില് ഫസ്റ്റ് വൺ മദർ, അമ്മ. അമ്മ ഒരു സാധനാണോ? തിങ്ങാണോ അമ്മ? നോ. Then father. ഫാദറോ? ദാറ്റ് ഇസ് എ പേഴ്സൺ. അതൊരു വ്യക്തിയാണ്, ആൾക്കാരുടെ പേരല്ലേ? അമ്മ, അച്ഛൻ, ടീച്ചർ. ഇതൊക്കെ എന്താ? They are the names of persons. They are the names of persons. അല്ലേ? അതൊക്കെ പേഴ്സൺ ആണ്, വ്യക്തികളാണ്. ഇനി ടോപ്പ്. ടോപ്പ്. ടോപ്പ് എന്താ? തിങ് അല്ലേ? ടോപ്പ് എന്താണ്? തിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് സർക്കിൾ ചെയ്യാം. ടോപ്പ് സർക്കിൾ ചെയ്ത തേർഡ് വൺ. പിന്നെ ലാസ്റ്റ് വൺ ബ്രദർ ആണ്. ദാറ്റ് ഓൾസോ ദ നെയിം ഓഫ് എ പേഴ്സൺ. അപ്പൊ എന്റെ മക്കള് ടോപ്പിന് സർക്കിൾ ചെയ്തേ. ടോപ്പ് സർക്കിൾ. റിച്ചാർഡ്, ഹാവ് യു ഫിനിഷ്ഡ്? യെസ്. Then third one. Ishika and Afraz, turn on your video. Next, third one. First one, rabbit. Rabbit is the name of an animal. Rabbit. Rabbit and the animal de പേരാണ് അല്ലേ? Rabbit. Then lion. Lion is also the name of an animal. Lionum thing അല്ല. Pigeon. Pigeon എന്തല്ല? തിങ് അല്ല അല്ലേ? Then last one, pan. Pan എന്താണ്? Pan എന്താണ്? തിങ് ആണ്. That is the name of a thing. Pan. Okay, അപ്പൊ pan നിങ്ങൾ സർക്കിൾ ചെയ്തോ. Pan സർക്കിൾ ചെയ്തോ.
ആൻ സർക്കിൾ ചെയ്തില്ലേ? യെസ്. Then fourth one മിസ്സിന്റെ കൂടെ തന്നെ ചെയ്യുക. അപ്പൊ പിന്നെ ഡൗട്ട് വേണ്ടല്ലോ. വേണോ പിന്നെ ഡൗട്ട്? എന്താ അദീന കുട്ടിക്ക് പ്രശ്നം? എന്താ അദീനക്ക്? ഒന്നുമില്ല. അപ്പൊ മിസ് പറയുമ്പോ തന്നെ ചെയ്യാം. എന്നാ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. യഷിക, ഷെയർ ആൻഡ് അഫ്ര സ്പീക്ക്. ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ, ഇനി എന്റെ മക്കൾ നോക്കിക്കോ. സ്കൂൾ ഫോർത്ത് വൺ ആണ് മിസ് പറയുന്നത്. സ്കൂൾ, പെൻ, മാർക്കറ്റ്, ലൈബ്രറി. സ്കൂൾ എന്താണ്? ദാറ്റ് ഈസ് ദ നെയിം ഓഫ് എ പ്ലേസ്. സ്കൂൾ ഒരു പ്ലേസ് ആണ്. പെൻ, പെൻ എന്താ? ദാറ്റ് ഈസ് എ തിങ്. അതൊരു തിങ് അല്ലേ? പെന്ന് തിങ് അല്ലേ മുത്തേ? അപ്പൊ എഴുതേ. അപ്പൊ ഇവിടെ സർക്കിൾ ചെയ്താൽ മതി, എഴുതണ്ട. സർക്കിൾ ചെയ്തോ. തിങ്, തിങ്സിന് സർക്കിൾ ചെയ്യണമെന്നുണ്ട്. പെൻ ഈസ് എ തിങ്. Pen is the name of a thing. Pen. Then market. Market is the name of a place. Library. Library is also the name of a place. Place in the പേരാണ് അല്ലേ? Library, market എല്ലാം. Fifth one നോക്കിക്കോ. That is teacher, doctor, baker and box. ഇതിൽ ഏതാ പിന്നെ തിങ്സിന്റെ പേര്? തിങ്സിന്റെ പേര് ഏതാ? ഫസ്റ്റ് വൺ മിസ്സിന് ഇങ്ങനെ ആൻസർ പറഞ്ഞാൽ മതി. ഫസ്റ്റ് വൺ ടീച്ചർ, സെക്കൻഡ് വൺ ഡോക്ടർ, തേർഡ് വൺ ബേക്കർ, ഫോർത്ത് വൺ ബോക്സ്. ഇതിലേതാ ആൻസർ? ഇതിലേതാ ആൻസർ നിങ്ങൾ പറഞ്ഞു തന്നെ മിസ്സിന്? നിങ്ങളുടെ കൈ കാണിച്ച് പറഞ്ഞേ മിസ്സിന്. ഏതാ ആൻസർ? ഏതാ ഇതിൽ ആൻസർ? സൽമാനെ, നമുക്ക് 4 എണ്ണല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഫോർത്ത് വൺ ഈസ് ദ ആൻസർ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഫോർത്ത് വൺ ബോക്സിന് നിങ്ങൾ സർക്കിൾ ചെയ്തേ. ബോക്സ് സർക്കിൾ ചെയ്തേ എന്റെ മക്കള്. ചെയ്തോ? യെസ്. The next last section, tiger, cup, hospital, crayon. Once more, tiger, cup, hospital, crayon. ഇതിൽ എത്ര എണ്ണം ഉണ്ട് തിങ്സ്? എത്ര തിങ്സ് ഉണ്ട് ഇതില്? 2 things are here അല്ലേ? ഫസ്റ്റ് വൺ കപ്പ്. കപ്പ് സർക്കിൾ ചെയ്തോ. ഫസ്റ്റ് വൺ കപ്പ് സർക്കിൾ ചെയ്തേ. മിസ്സും ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. And the last one also, crayon. Crayon കാണുന്നുണ്ടോ? കണ്ടോ മക്കളെ? കണ്ടില്ലേ? യെസ്. ഓക്കെ, then have you finished? റിച്ചാർഡ്, എന്തൊരു ഉഷാറില്ലാത്തത്? Have you finished? Say yes or no. പറഞ്ഞേ. കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു എന്ന് പറയൂ. സാവിയോ, ഇർഷാദ്, ബിയോണ. ഇതിൽ ബിയോണ മാത്രം എനിക്ക് കർസീവ് റൈറ്റിംഗ് എഴുതിട്ട് കൃത്യമായിട്ട് അയച്ചു തന്നിട്ട്. വെരി ഗുഡ്. I appreciate you. Okay. കർസീവ് റൈറ്റിംഗ് എഴുതിട്ട് മിസ്സിന് എന്നും അയച്ചു തരുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാ? കർസീവ് റൈറ്റിംഗ് എഴുതുന്നുണ്ടോ? അത് മിസ്സിന് നോക്കാനുള്ള ടൈം ഇല്ല. ഇപ്പൊ എല്ലാ ദിവസവും കർസീവ് റൈറ്റിംഗ് എഴുതുക. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണ്ടേ? വേണ്ടേ? എല്ലാരും വലിയ ആൾക്കാർ എഴുതുന്നു, ടീച്ചേഴ്സ് എഴുതുന്ന പോലെ തന്നെ മക്കൾക്ക് എഴുതണ്ടേ? അപ്പൊ എന്ത് വേണം? യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ്. നിങ്ങളുടെ എന്ത് വേണം? പ്രാക്ടീസ് ചെയ്യണം അല്ലേ? അപ്പൊ കർസീവ് റൈറ്റിംഗ് എഴുതുക, മറക്കാതെ എഴുതുക. Then ഇനി അടുത്ത കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എ ആൻഡ് ആൻ. നമ്മൾ അന്ന് ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ? എ ആൻഡ് ആൻ, they are articles. എയും ആനും എന്താണ്? they are articles. Okay, a and da are called articles, and a and an are called indefinite article, and da is called definite article. ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചതാണോ? ഇല്ല. എയും ആനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലെ? കുഞ്ഞുമക്കളായതുകൊണ്ട്. പിന്നെ നോക്കാം, എ ആൻഡ് ആൻ. എ ആൻഡ് ആൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ വേർഡ്സിന് മുമ്പിലാണ് നമ്മൾ എ ചേർക്കേണ്ടത്?
ഏതൊക്കെ വേർഡ്സിന്റെ മുമ്പിലാണ് നമ്മൾ ആൻ ചേർക്കേണ്ടത്? മിസ് പറഞ്ഞു. ഹൗ മെനി വവൽസ് ആർ ദർ? ഏതൊക്കെയാ വവൽസ്? വിച്ച് ആർ ദ വവൽസ്? A, E, I, O, U. They are vowels. These letters are commonly known as vowels in English grammar, or not English grammar, English alphabets. English alphabets le vowels edakeyana? A, E, I, O, U. They are vowels. appo vowels le start cheyyunna words inde munbil nammal eda cherkunde? ഏതാ ചേർക്കുക? എ ആണോ ആൻ ആണോ? ആനാ ചേർക്കുക അല്ലേ? എലഫന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് എടുത്തോ. എക്സാമ്പിൾ എലഫന്റ്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് എലഫന്റ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് എലഫന്റ്? എലഫന്റിന്റെ ആദ്യത്തെ ലെറ്റർ എന്താണ്? ഇ ആണ്. ഇ എന്നുള്ളത് എന്താണ്? ദാറ്റ് ഈസ് എ വവൽ. അതെന്താണ്? വവൽ ആണ് അല്ലേ? എലഫന്റ് എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എന്ന ആൽഫബറ്റിലാണ് അല്ലേ? അപ്പോ ഇ എന്നുള്ളത് വവൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ എലഫന്റ് എന്ന വേർഡിന് മുൻപിൽ നമ്മൾ ചേർക്കുന്നത് ആൻ എന്നുള്ള ആർട്ടിക്കിൾ ആണ്. പഠിച്ച കാര്യമാണ്, ആദ്യമേ പഠിച്ച കാര്യമാണ്. ഒന്നും കൂടി മിസ് ഓർമ്മിപ്പിച്ചതാണ്. ആൻ എലഫന്റ്. എഗ് എന്നുള്ള ഒരു വേർഡ് എടുത്തോ. എഗ്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് എഗ്? ഇ ജി ജി. എഗ്. ഓക്കെ. അപ്പൊ എഗ് എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ലെറ്ററിലാണ്? ഇ എന്നുള്ള ലെറ്ററിലാണ്. ഇ എന്താണ്? വവലാണ്. വവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മള് എഗ് എന്നുള്ള വേർഡിന് മുൻപിൽ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ എന്റെ മക്കൾക്ക്? ഡൗട്ട് ഉണ്ടോ? ഷഹബറ അവിടുന്ന് അടിയാണോ? ഷഹബറ രണ്ടാളും കൂടി അവിടുന്ന് അടിയാണോ? ഓക്കെ, നോക്കിക്കോ. We use an before words beginning with a vowel sound. മിസ് ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. You can underline that sentence. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. We use an before. Before എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപിൽ. Before. Okay. Before എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപിൽ. We use an before words beginning with a vowel sound. We say an apple. Apple. An apple. A apple എന്ന് നമ്മൾ പറയാറില്ല. An apple. കാരണം എന്താ? ആപ്പിൾ എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്നുള്ള ആൽഫബറ്റിലാണ്. എ എന്നുള്ളത് വവൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആൻ എന്നുള്ളത് മാത്രമേ ചേർക്കുള്ളൂ. An apple. An apple. An elephant. An egg. മനസ്സിലായോ? ഓക്കെ. അമ്മന്മാവ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, വന്നിട്ടുണ്ടായിരുന്നു ഇടക്ക്. ഓക്കെ, നോക്കിക്കോ. ഇനി നെക്സ്റ്റ് ആൻ ആപ്പിൾ, ആൻ ഈഗിൾ, ആൻ ഐസ് ക്യൂബ്, ആൻ ഓറഞ്ച്, ആൻ അംബ്രല. തന്നിരിക്കുന്ന ഈ വേർഡ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽസിലായതുകൊണ്ട് തന്നെ ഇതിന്റെ മുൻപിൽ നമ്മൾ ആൻ എന്നുള്ള ആർട്ടിക്കിൾ മാത്രമാണ് ചേർക്കുക. ഓക്കെ. ദെൻ വി യൂസ് എ. നമ്മൾ ആൻ എവിടെയാ ചേർക്കേണ്ടതെന്ന് പഠിച്ചു. എവിടെയാണ് ആൻ ചേർക്കേണ്ടത് ദേവർഷ? എവിടെയാ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കേണ്ടത്? ഏത് വേർഡ്സിന്റെ കൂടെയാ? വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുൻപിലാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കേണ്ടത് അല്ലേ? നെക്സ്റ്റ് സെന്റൻസ് നോക്കിക്കോ. നെക്സ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. We use a. We use a before words beginning with a consonant sounds. Which are the consonant sounds? And the consonant sounds, ഏതൊക്കെ consonant sounds? നമ്മൾ vowels പറഞ്ഞു അല്ലേ? A, E, I, O, U. അപ്പൊ ഈ 5 എണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താ? കോൺസണന്റ് സൗണ്ട്സ് ആണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. നോക്ക, ഇപ്പൊ ഈ കോൺസണന്റ് സൗണ്ട്സില് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുൻപിലാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്?
എ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ മക്കൾക്ക്? കോൺസണന്റ് സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുൻപിലാണ്. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പിലാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? എ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? യു ക്യാൻ അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. വി യൂസ് എ ബിഫോർ വേർഡ്സ് beginning with a consonant sound. For example, we say a balloon. Balloon. Which is the first letter of balloon? Balloon എന്ന വേർഡിലെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ബി ആണല്ലേ? ബി വവൽസിലുണ്ടോ? എ ഇ ഐ ഒ യുലുണ്ടോ? ഇല്ല. ഇല്ലാത്തതുകൊണ്ട് അത് എന്ത് സൗണ്ടാ? കോൺസണന്റ് ആണല്ലേ? അപ്പൊ ബി കോൺസണന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ മുൻപിൽ ഏതാ യൂസ് ചെയ്യാ? എ ആണ് യൂസ് ചെയ്യാ. എ ബലൂൺ. ഓക്കെ, എ ബലൂൺ. നെക്സ്റ്റ് എ ഫ്ലവർ. എ ഫ്ലവർ. ഫ്ലവർ എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് എന്നുള്ള ആൽഫബറ്റിലാണ്, ലെറ്ററിലാണ്. എഫ് എന്താ? ദാറ്റ് ഇസ് എ കോൺസണന്റ് സൗണ്ട്. സോ we say it as a flower. A flower. Got it? A flower. An egg. An elephant. An apple. A balloon. A flower. A peacock. A peacock. Which is the first letter of peacock? Is the peacock first letter? P aanale. P is the consonant sound. That's why we use A before peacock. A peacock. Manasilayo? Do you have any doubt? Arav, please turn on your video. Arav. Then last, sorry. A table. Can you see this? A table. A table. Table is a word that beginning with the letter T. T എന്നുള്ള ലെറ്ററിലാണ് ടേബിൾ എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ പറയാം നമ്മൾക്ക്? എ ടേബിൾ. എ ടേബിൾ. ഗോട്ട് ഇറ്റ്? എ സൂ. എ സൂ. സെഡ് എന്നുള്ളത് കോൺസണന്റ് ആയതുകൊണ്ട് തന്നെ നമ്മള് എ സൂ. നമ്മളിത് പഠിച്ച സമയത്ത് തന്നെ ഈ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒന്നും കൂടി നമുക്ക് പറഞ്ഞിരുന്ന് പഠിപ്പിക്കേണ്ടി വന്നില്ലേ? നമുക്ക് സെമസ്റ്റർ 2 ഗ്രാമർ പോർഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്തു പോവാം ട്ടോ. Then filling the blanks with a or an. എയും ആനും വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന വേർഡ്സിന്റെ മുന്നിൽ ബ്ലാങ്ക്സ് കണ്ടോ എന്റെ മക്കള്? അത് ഫില്ല് ചെയ്യാം. ഓക്കെ, റെഡി? ആർ യു റെഡി? റെഡി അല്ലേ? യെസ്, വെരി ഗുഡ്. ഇങ്ങനെയൊന്നല്ല, സ്മാർട്ട് ആയിട്ടിരിക്കുക ക്ലാസ്സിൽ. രാവിലെ അല്ലേ? ഉച്ചയൊന്നല്ലല്ലോ. ഓൾ സ്റ്റാൻഡ് അപ്പ്. We have remaining only 8 minutes here. Stand up, Ryan PP. Turn on your video. After that, stand up. Afra speak, stand up. Okay, sit down. ഇർഷാദ് എഴുന്നേറ്റിട്ടേ ഇല്ല, ഞാൻ കാണുന്നുണ്ടേ. ഇർഷാദ് സ്റ്റാൻഡ് അപ്പ് പറഞ്ഞെങ്കിൽ എല്ലാരും എഴുന്നേക്കണ്ടേ? ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. Irshad, stand up. Okay, sit down. Sit down. Okay, enough. കുറെ കുട്ടികൾക്ക് എനിക്ക് കേൾക്കാത്തോണ്ടാണെന്ന് എനിക്കറിയില്ല. സ്റ്റാൻഡപ്പ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് വേണം? ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ പറയുന്നത് അനുസരിക്കാം. ദാറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. അതെന്താണ്? നല്ല ശീലമാണ്. ഹാബിറ്റ് എന്ന് പറഞ്ഞ ശീലം. ഗുഡ് ഹാബിറ്റ്, നല്ല ശീലം. ഓക്കെ, അപ്പൊ എം നോക്കിക്കോ. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ഗേറ്റ്. എ ഗേറ്റ് എന്ന് അവിടെ എ എഴുതാൻ കാരണം എന്താ? ഗേറ്റ് എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജി എന്ന ലെറ്ററിൽ ആയതുകൊണ്ടാണ്. ജി എന്നുള്ളത് കോൺസണന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എ ചേർത്തു. നെക്സ്റ്റ് ബുക്ക് ആണ്. ഓരോരുത്തർ പറഞ്ഞോ, ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഫസ്റ്റ് ദേവാങ്ക്. ദേവാങ്കേ, ഡാഷ് ബുക്ക്. A book. Very good. You can write a book.
എ ബുക്ക് എന്ന് എഴുതിക്കോ അവിടെ. നെക്സ്റ്റ് ജോവിൻ ജോമൻ ആൻഡ് ജോയൽ ജോമൻ പറഞ്ഞോ. 3 dash eggs. എ ആണോ? വെരി ഗുഡ്. ആൻ. തേർഡ് വൺ അവിടെ എന്താ എഴുതേണ്ടത്? ആൻ. ഫോർത്ത് വൺ പറഞ്ഞോ. നെക്സ്റ്റ് ആള് അടുത്ത ആള് പറഞ്ഞോ. എ പിയർ. ഫോർത്ത് വൺ എ. ഫോർത്ത് വൺ എ ആണ്. നെക്സ്റ്റ് മുഹമ്മദ് മുക്താസിം. മുഹമ്മദ് മുക്താസിം. ഫിഫ്ത് വൺ പറഞ്ഞോ. സ്പീഡിൽ എഴുതണേ. Very good. A ball. You can write a ball. Fifth one. A ball. Sixth one. Giaros Jason. An owl. Very good. An. Next Alan Joseph. Seventh one. എനിക്കിവിടെ കാണുന്ന ഓർഡറിലാണ് ഞാൻ വിളിക്കുന്നത്. A pencil. A pencil. Very good. A pencil. A. Then Adit Anoop. Adit Anoop പറഞ്ഞോ. Next. Eighth one. A boy. A boy. Very good. A boy. Next. Salman Nasser. Ninth one. An input. And put. And import. And import. And. Okay? And. Very good. Ninth one. And import. Then Amrita. 10th one. 10th one. A. A melon. Okay, very good. A. 10th one. A melon. And 11th one. Nia. 11th one. Nia. Yan. An. An. Yan alla. An. Okay. An egg. Next Hadi. Hadi ki text illa namale. Okay, no problem. Next Devarsha. Devarsha. A ship. A ship. Very good. A ship. Next Biona. പറഞ്ഞോ. An egg. Egg രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. An egg. An egg. Okay, very good. Answers 10. എഴുതണേ നിങ്ങൾ ഓൺ ദ സ്പോട്ടില്. A river. Very good. A river. Next Anugraha. Anugraha. An eraser. An eraser. Very good. An eraser. എഴുതണേ. An eraser. Next Neelanjana. It's a good name, Neelanjana. An office. An office. Okay. Next Anamika R. Anamika R. പറഞ്ഞോ. Unmute yourself first. A school ആണോ ആൻ സ്കൂൾ ആണോ? പറയ്, സ്പീഡിൽ പറയ് ആൻസർ. A full. A school. Very good. A school. Right? A school. Next Ayan Vijeshന് ടെക്സ്റ്റ് ഇല്ല അല്ലേ മോനെ? ഇല്ല. Then Richard. Richard. 18th one. An insect. Okay, very good. An insect.
An insect. Anthros എഴുതിയതാണോ? Anthros. An insect. Adina Sunilkumar. 19th one. A king. A king. Very good. Next, Irshad. Irshad പറയ്, സ്പീഡിൽ പറയ് ആൻസർ. ടീച്ചർ എത്രയാ? 20th one. അപ്പൊ ഇവിടെ അല്ലേ ശ്രദ്ധിക്കുന്നത് ഇർഷാദേ? 20th one. 20th one. 20ാമത്തേത് പറയ്. An eagle. An eagle. ഇത് ശരിയാവില്ല കേട്ടോ ഇർഷാദേ. You should listen in the class, okay? Shahbara. 21st. A watch. A watch. Okay, next Dikshit. 22nd. An ice cream. An ice cream. Do you like ice cream, Dikshit? Yes. Yes. Next, Naila Shakir. 23. 23. And. Okay. That's enough for today. നമുക്ക് ഇനി less than 1 minute ഉള്ളൂ. 1 മിനിറ്റിലും താഴെ ഉള്ളൂ സമയം ക്ലാസ് കഴിയാൻ വേണ്ടിട്ട്. We can wind up the class. ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. Okay then bye.